ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അമ്മ ഇന്ന് പോണത് ദേരയിലേക്ക് കണ്ട. അപ്പൊ വേറൊന്നുമല്ല, നമ്മുടെ റുക്കുമ്മ പോണിയാണ്, നാട്ടിലോട്ട് പോണിയാണ് 2 മാസത്തെ ലീവിന് വേണ്ടിയിട്ട്. ഇവിടുത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് പോവുകയാണ് ഗായ്സ്. 6 മണിക്കാണ് ഫ്ലൈറ്റ്. ഞാനിക്കാകെ മാത്രമേ ഉള്ളൂ ഇന്നിപ്പോ. ബാക്ക് സീറ്റിലൊക്കെ ഒഴിഞ്ഞു കിടക്കണേണ്. 2 കൊണ്ടുവന്നിട്ടില്ല. മേറൂന് ക്ലാസ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് കൊണ്ടുവന്നില്ല. അപ്പൊ ആദ്യക്കൂട്ടനെയും കൊണ്ടുവന്നില്ല. 2 അവിടെ തന്നെ നിർത്തി. റുക്കുമാനെ കിടത്തി ഉറക്കി. കാരണം 1:30 ഇറങ്ങണം. 1:30 ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 6 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പൊ ഉറക്കം നിക്കണം, എങ്ങനെ വന്നാലും ഉറക്കം നിക്കണം. പിന്നെ നമ്മള് അസിസ്റ്റന്റിനൊക്കെ ഇട്ടേക്കണത്, ഒറ്റക്കാണല്ലോ ആള് പോണത്. അസിസ്റ്റന്റ് പ്ലസ് വീൽ ചെയർ ഉണ്ട്. അങ്ങനെയാണ് പോണത്. ഇൻഷാ അല്ലാ നമുക്ക് എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഗായ്സ്, നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത് എവിടെയാണ് പറഞ്ഞാൽ മതി. ബ്ലോഗറാണെന്ന് പറഞ്ഞാൽ മതി. ആണ് ദേര സ്ട്രീറ്റ്. അവസാനം നമ്മൾ പർദാസൂക്കിൻ്റെ ഫ്രണ്ടിലെത്തി. ഭയങ്കര വെയിലാണ് ഇവിടെ. ഈ കാണുന്ന ബിൽഡിംഗാണ് പർദാസൂക്ക്. കാറായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ഫുൾ ടൈം ട്രാഫിക്കിൽ കിടക്കേണ്ടി വരും കാറായിട്ട് വന്നാൽ. അതുകൊണ്ട് നമ്മൾ വണ്ടി കുറേ ദൂരം ഇട്ടിട്ട് പയ്യെ നടന്നാൽ വന്നേ അവിടെ. ഇത് കണ്ടില്ല, വണ്ടികൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നു. അപ്പുറത്തെ സൈഡിൽ പോവാം നമുക്ക്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. എല്ലാം പർദ ഷോപ്പാണ് കാണുന്നത്. എല്ലാം പർദ ഷോപ്പാണ് കാണുന്നത്. വാ,
നോക്കുന്ന കളറിന് ആ ലൈറ്റിനകത്തേക്ക് കൊണ്ടുവന്ന് വെളിച്ചത്തേക്ക് കുഴപ്പമില്ല. നമ്മളതെടുത്തു. മതിയില്ലേ? കംപ്ലീറ്റ് അപ്പുറപ്പുറം കാണാൻ പറ്റുന്ന ഉറപ്പല്ലേ? ഇതേപോലത്തെ എല്ലാം മേടിക്കണം. എന്നാ Malaria? How much is this? നമ്മൾ വാങ്ങിയത് ഈ കടയിൽ നിന്ന്. എത്ര ഭാഗം വേണം? പോവാണ്ട് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇതാണ്
പോവാ. ഓക്കെ. അപ്പൊ ഗായ്സ് നമ്മളിപ്പോ ഇവിടുന്ന് പർദ്ദയൊക്കെ എടുത്തു. നേരെ നമ്മള് ഐസിയിലേക്കാണ് പോണത്. ഞാൻ കുറേ നാളായിട്ട് വാങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനം അവിടെ കണ്ടിട്ടാ. മറിയം ലോഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അടിപൊളി സാധനമാണ് അത്. ബോഡി ലോഷനാണ്, നല്ല സ്മെല്ലാണ്. അങ്ങനെ ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ എന്താണെങ്കിലും ചാനലിൽ ഇടുന്നതായിരിക്കും ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പോൾ രാത്രി 1:30 മണിയായിട്ട് ഇപ്പോൾ ഇവിടെ രണ്ടാളും നല്ല ഉറക്കമാണ്. നമ്മുടെ ഷോപ്പിങ്ങും പാക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റുക്കുമാനെയും കൊണ്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. ഷാർജ എയർപോർട്ടിൽ നിന്നാണ് പോണത്. അപ്പോൾ ലഗേജ് എന്ന് പറയാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ചെറിയ ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഉമ്മക്കാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാനും പറ്റൂല. പിന്നെ നമ്മൾ വീൽ ചെയറാണ് ഓൾറെഡി ഇട്ടേക്കണത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അധികം സാധനങ്ങളൊന്നും കൊടുത്തു വിടണില്ല നാട്ടിലേക്ക്. അങ്ങനെ നമ്മളിപ്പോൾ ഷാർജ എയർപോർട്ട് എത്തിയിട്ടോ. ഇനി ഇവിടെ നിന്ന് നമുക്ക് ചെക്കിൻ ചെയ്ത് അകത്ത് കയറണം. ഞങ്ങൾ ലാസ്റ്റായിട്ട് ഇവിടെ എയർപോർട്ടിൽ വന്നത് ഉമ്മച്ചിനെയും വാപ്പിച്ചിനെയും ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ റുക്കുമാനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഏകദേശം 2 മണിയായിട്ടുണ്ട് ഇവിടെ. ഞാനും ഇവിടെ ഇറങ്ങി അവിടെ നിൽക്കാവേ. ഇറങ്ങിയ അവിടെ നിന്നാ പോരാ, ജസ്റ്റ് അവിടെ സംസാരിച്ചോ സെക്യൂരിറ്റിനോടാ. അവിടെ വണ്ടി കൊണ്ട് ഇട്ടിട്ട് ഇവിടെ ഈ കാണുന്ന പാർക്കിംഗ് അല്ലേ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി. ഞാൻ കൂടെ പോയില്ല, ഉമ്മയുടെ കൂടെ. ആകെ ഇമോഷണൽ ആയിരുന്നു. അതുകൊണ്ടിട്ട് വീഡിയോസും അങ്ങനെ അധികം എടുത്തില്ല. നമ്മൾ ചെക്കിൻ ചെയ്ത് കയറിയിരിക്കുന്ന സ്ഥലത്താ. അപ്പൊ കുഴപ്പമില്ലല്ലോ. അവിടം വരെയൊക്കെ അപ്പൊ നമുക്ക് കയറാല്ലേ ഒരാൾക്ക്. ക്യാഷ് അടക്കണേട്ടാ. ഇവിടെ ഞങ്ങൾ സാധാരണ ഷാർജയിൽ എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചിനെ വാപ്പിച്ചിനെ ആണെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ ആണെങ്കിലും ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാറാണ് പതിവ്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിവിടെ പാർക്കിംഗ് ഇട്ടിട്ട് ഉമ്മനെ കൊണ്ടുപോയി ലോഞ്ചിൽ കൊണ്ട് ഇരുത്തി തിരിച്ച് പോണേ ഇനി വീട്ടിലേക്ക്. അപ്പം റുക്കുമ്മ ഇച്ചിരി കാര്യമൊക്കെ ചെയ്ത് പിള്ളേരെയൊക്കെ നോക്കണോട്ടാ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ കയറിയില്ല, ക്യാക്കാണ് കയറിയത്. ക്യാ ചെന്നവരുടെ കൂടെ ചെന്ന് ലോഞ്ചിൽ കൊണ്ട് ഇരുത്തി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഒറ്റക്ക് ഫ്ലൈറ്റിൽ പോണത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് പറയാം. അപ്പോൾ എന്താണെങ്കിലും ഇൻഷാ അല്ലാ ഇനി നാട്ടിൽ ചെന്നിട്ടാണ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ. അതിന് ഉച്ചക്ക് 12 കാലമായപ്പോൾ കറക്റ്റ് എയർപോർട്ടിന് പുറത്ത് വന്ന് അവിടെ മാമി ഉണ്ടായിരുന്നു പിക്ക് ചെയ്യാനായിട്ട്. അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻഷാ അല്ലാ 2 മാസങ്ങൾക്ക് ശേഷം ഉമ്മനെ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.